Hello everyone, welcome back to Raj Talks. Loga Chapter 1, Chandra, directed by Dominic Arun. തരംഗം എന്ന് പറഞ്ഞ ഫിലിം ടൊവിനോയും ബാലു വർഗീസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. ഉണ്ണി മുകുന്ദനൊക്കെ ഉണ്ട്. ആ പടം ഡയറക്റ്റ് ചെയ്ത സംവിധായകനാണ്. IMDbയിൽ ചെക്ക് ചെയ്തപ്പോൾ പുള്ളി പിന്നെ വേറെ ഏതോ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ ഏതോ സ്ക്രീൻ റൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. ബട്ട് പുള്ളിയുടെ രണ്ടാമത്തെ മേജർ ഫിലിം, കരിയറിൽ തന്നെ ഇത്രയും ബ്രേക്ക് എടുത്തിട്ട് ചെയ്ത ചിത്രം. ഇതിനകത്ത് ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ട്. എങ്ങനെ പറഞ്ഞു തുടങ്ങിയാലും ചിലപ്പോൾ ചില ഹിൻറ്റുകൾ വന്നു പോകും. കാരണം പടം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുള്ളൊരു റിവ്യൂ ആണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എബോവ് ആവറേജ് അനുഭവമായിട്ട് തോന്നി. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് പറയും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഇനിയും ഒരുപാട് പാർട്ടുകൾ, കാരണം അങ്ങനെ ഒരു വലിയ സാധ്യത തുറന്നിട്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഇത് എന്നെങ്കിലും ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് റെഡിയായി കഴിഞ്ഞിട്ട് സംവിധായകൻ ഒരു പോസ്റ്റ് ഇടും, ഇന്നലെ ഇട്ടതുപോലെ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ട് വരിക, ചാപ്റ്റർ 1 കണ്ടിട്ട് വരിക എന്ന് പറയുമ്പോൾ അന്ന് ഇതൊരു OTTയിൽ കാണാതെ ഇന്ന് ഇത് തിയേറ്ററിൽ കണ്ട് അതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ക്വാളിറ്റിയും കുറച്ച് കോംപ്രമൈസ് ഒക്കെ ഇനിഷ്യൽ പാർട്ടുകളിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് എവിടെ റിക്വയർ ആകുന്നോ ആ സംഭവങ്ങളൊക്കെ, അതായത് ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ഗ്രാഫിക് വർക്ക് ആണെങ്കിലും ഫിലിമിൻ്റെ ഇപ്പം കളർ ഗ്രേഡിങ് എന്നൊക്കെ പറയും. എനിക്ക് അതിൻ്റെ ഒന്നും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല, പക്ഷെ ഒരു ആസ്വാദനം ഉണ്ടല്ലോ. ഒരു പടം തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ സൗണ്ട് എഫക്റ്റും അതിൻ്റെ കളറും അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ OTTയിൽ നമുക്ക് കിട്ടില്ല. ഒരുപാട് ഹൈ പോയിന്റ്സ് ഉള്ള ഭയങ്കര രസമായിട്ട് കല്യാണി പ്രിയദർശൻ്റെ സർവസ്വവും പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ട്. അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടോ. ക്ലൈമാക്സിലൊക്കെ ഇങ്ങനെ പവറാണ്, ഇങ്ങനെ അടിയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല പവർ അടികൾ വരുന്നുണ്ട്. അതായത് ആൻ്റണിയിലൊക്കെ കണ്ട ബോക്സിങ്ങിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എനിക്കത് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഈ റോളിൽ എവിടെയെങ്കിലും പാളിയാൽ എന്താ പറയുക, കയ്യിൽ നിന്ന് പോവും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കണം, അത്രയും ചാർജായി ആ പറയുന്ന ഡയലോഗ് ഡെലിവറിക്കും കാര്യങ്ങൾക്കും ഈവൻ നോട്ടം കൊണ്ട് പോലും അതിനൊക്കെ ഒരു എഫക്റ്റ് കൊടുക്കണം. നമ്മൾ എത്ര ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്താ പറയുക ജേക്സ് പി ജോയ് പുറകിൽ നിന്ന് ഇട്ട് റെഡിയാക്കിയാലും ജേക്സ് പി ജോയ് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. സോറി, ഞാൻ വായിച്ചത് കുറച്ച് മറവി പ്രശ്നമുണ്ട്. ബട്ട് എനിവേസ് എത്രയൊക്കെ ഇട്ട് സെറ്റാക്കിയാലും ആ അഭിനയം പാളിക്കഴിഞ്ഞാൽ അത് പോയി. സോ ഇതിൻ്റെ മെയിൻ ലീഡ് ചന്ദ്ര പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഫിലിമിലോട്ട് വരികയാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ക്യാരക്ടറാണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ട്രെയിലറിൽ നിന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിനകത്തൊരു സസ്പെൻസ് ഇതിനകത്തൊരു ഫസ്റ്റ് 45 മിനിറ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു 10-30-40 മിനിറ്റ് ഇതിനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ കൊണ്ടുപോയ രീതി, ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഷോക്ക്, പിന്നെ എന്നിട്ട് ശരിക്കുള്ള ചന്ദ്ര എന്താണെന്ന് പറഞ്ഞു വരുന്നുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എക്സലൻറ്റ്. പക്ഷെ അതുവരെ എത്താൻ എടുക്കുന്ന സമയം ഭയങ്കരമായിട്ട് നമ്മളെ മുഷിപ്പിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു വലിയ ഹൈ പോയിന്റ് കിട്ടും. പിന്നെ ഒരു ഫ്ലാഷ് ബാക്കും പ്രസൻറ്റും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ക്യാരക്ടർ റിവീലിംഗ് ആണ്. ആ സംഭവമൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഹൈ തരും. ആ ഒരു കുഞ്ഞു മോൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരു 10 വയസ്സ് 12 വയസ്സ് കാണുമെന്ന് തോന്നുന്നു മാക്സിമം. ഒരു ആദിവാസി കാലഘട്ടത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആ മോള് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളി, അപാരം. നമുക്ക് ആ ഒരു രണ്ടും അപ്പോൾ അവിടുന്ന് കട്ട് ചെയ്ത് പ്രസൻറ്റിലേക്ക് വരുമ്പോഴൊക്കെയുള്ള നമ്മുടെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഗൂസ്മം മൊമെൻറ്റ്സ് ആണ് അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഹൈ വരും, ഒരു ലോ വരും, പിന്നെ കുറേ ക്യാരക്ടേഴ്സ് വരും, പിന്നെ ക്യാമിയോ ഒക്കെ ഓൾറെഡി കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം തിയേറ്ററിൽ തന്നെ കാണുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് തിയേറ്ററിൽ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു വാവ് എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കഥയെല്ലാം പുറത്ത് വന്ന് എല്ലാവരും അറിഞ്ഞതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനൊരു സുഖമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു എബോവ് ആവറേജ് മാത്രം എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണെങ്കിലും തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു മെയിൻ വില്ലനായിട്ട് ഓൾറെഡി ഇതിൽ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് കോഫി സാൻഡി മാസ്റ്റർ, മറ്റേ ഡാൻസ് കൊറിയോഗ്രാഫർ ചെയ്യുന്ന പുള്ളിയുടെ ലിയോയിൽ അടി വാങ്ങി കൂട്ടുന്നതിൻ്റെ എക്സ്റ്റൻഷനൊന്നുമല്ല, അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് പുള്ളിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുമുണ്ട്. പക്ഷേ ആ ലിയോയുടെ ക്യാരക്ടറിൻ്റെ എവിടേക്കോ ഒരു അംശം പുള്ളിയിലുണ്ട്. പക്ഷേ പുള്ളി ഒരു നല്ല നടനാവാനുള്ള എല്ലാ മെറ്റീരിയലും ഉണ്ട്. അതുപോലെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, എനിക്ക് ഭയങ്കര എക്സലൻ്റ് ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയ ആളാണ് ശരത് സഭ. ശരത് സഭയുടെ ക്യാരക്ടറിന് ഒരു സീരിയസ്നെസ്സും ഉണ്ട്, അതിനൊരു കോമഡി സ്റ്റൈലും. നിങ്ങൾ ട്രെയിലറിൽ കാണുന്ന ആ സീനിൽ രണ്ടും ഉണ്ട്. പുള്ളി അത് നന്നായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പടത്തിനെ മേജറായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് കല്യാണി പ്രിയദർശൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളും എല്ലാം വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ പടത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ തുടക്കം ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ആൾക്കാരുടെ കഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെയൊക്കെ എക്സ്പെക്ട് ചെയ്യും, കുറച്ചുകൂടെ വേഗം ലാൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അതിലെ ലാഗുകൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പിന്നെ നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ ഈക്വലി നന്നായിട്ട് സർപ്രൈസ് ചെയ്യിക്കുന്നുമുണ്ട്. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന നസ്ലിൻ്റെ ക്യാരക്ടറായാലും ജസ്റ്റ് ഒരു ബോയ് നെക്സ്റ്റ് ഡോർ, നസ്ലിൻ ഭാവങ്ങൾ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. മോശമാക്കിയിട്ടില്ല, പക്ഷേ എക്സെപ്ഷണൽ ആയിട്ടൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നസ്ലിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന ചന്തു സലീം കുമാർ എനിക്ക് ഒരു ഭയങ്കര ലെറ്റ് ഡൗൺ ആയിട്ടാണ് തോന്നിയത്. യു കുഡ് ഹാവ് ഡൺ ഇറ്റ് മച്ച് ബെറ്റർ. ഒരു നല്ല അവസരം കിട്ടി, ഒരു നല്ല ലെങ്ത് ഉള്ളൊരു റോള് കിട്ടി. പിന്നെ ഒരു ഫ്രണ്ടായിട്ട് വരുന്നുണ്ട്, അരുൺ കുര്യനാണോ, എനിക്ക് പേര് ഞാൻ മറന്നുപോയി, സോറി, യെസ്, അരുൺ കുര്യൻ. പുള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി മറ്റേ പുള്ളി മുമ്പ് അഭിനയിച്ച, സോറി പടത്തിൻ്റെ പേര് ഞാൻ വീണ്ടും മറന്നുപോയി, ആനന്ദത്തിലൊക്കെ വന്ന പയ്യനാണ് അരുൺ കുര്യൻ, ഇഫ് ഐ എം നോട്ട് റോങ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ചന്തു സലിമിൻ്റെ പോലെ തന്നെ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്ക് കിട്ടിയ ഭാഗം നന്നായിട്ട് ചെയ്യുകയും ചന്തു സലിമിന് ഒരുപാട് കോമഡി പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത്രയും ഒരു എഫക്റ്റീവായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ അതൊക്കെയാണ് ചന്ദ്ര ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. സോ പ്ലീസ് ടു വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഫോർ ഈ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻഡ് പ്ലീസ് ഡു കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.